ജ്യോതി, ഞങ്ങൾ മുംബൈയിലേക്ക് ഇനി വരും. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ബ്ലോഗിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. നമ്മളെ ട്രെയിൻ എത്തി, കേരളത്തിലേക്കുള്ള ട്രെയിൻ എത്തി. മറ്റൊരു ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി പിടിച്ചിട്ടാണ്. പക്ഷെ നമുക്ക് കിലോക്കി കാഴ്ച കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് കൊങ്കൺ പാതയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ കാണണമെന്നുണ്ടെങ്കിൽ കണ്ട എടാ നല്ല കിടിലൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് ട്രെയിൻ നമ്മളെ ജമ്മു താവി എക്സ്പ്രസ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, ഈ സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് ഇന്ത്യ അറിയാത്ത സാഹചര്യത്തിൽ ജ്യോതിയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. മറാഠി. അപ്പൊ നമ്മള് എത്ര ദൂരം പോയിട്ട് നാടെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തന്നെ. എന്തായാലും നമുക്ക് പിന്നെ ഫ്രൂട്ട്സ് വേണം കേട്ടോ. ഫ്രൂട്ട്സ് ബനാനക്ക് എന്താ ഞങ്ങൾക്ക് ഇന്ത്യ അറിയാത്ത സാഹചര്യത്തിൽ ജ്യോതിയാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നത്. മറാഠി. എന്തൊക്കെയുണ്ട്? പ്ലംസ് ഉണ്ട്, എല്ലാ സംഗതിയും ഉണ്ട് കേട്ടോ. മുന്തിരി, വലിയ മുന്തിരി ഇവിടെ ബടാ മുന്തിരി. പഴം വാങ്ങാനൊരു കട കയറുന്നുണ്ടോ ഇവിടെ. ജോലി പറഞ്ഞത് ഇവിടെ ഞാൻ വ്ളോഗ് എടുക്കുന്നുണ്ടിട്ടാണ്. പഴം എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡസൺ പറഞ്ഞാൽ 12, പിന്നെ അര ഡസൺ പറഞ്ഞാൽ 6 അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ ജാംനഗർ തിരുനെല്ലി എക്സ്പ്രസ് ഇവിടെ 7th പ്ലാറ്റ്ഫോമിൽ എത്താനായിട്ടുണ്ട്. അപ്പോ മഹാരാഷ്ട്രയിലെ ഏറ്റവും ലാസ്റ്റുള്ള നമ്മളെ സമയമാണ്. മഹാരാഷ്ട്രയില് പിന്നെ നമ്മുടെ ഒരു ലാസ്റ്റ് ടൈമാണ്. അപ്പൊ ഞങ്ങളെ അറിയാം. അയ്യോ, ഭയങ്കര സഹായം പോയി. നമ്മളെ വേഗം കൂടി വെച്ച് പിടിക്കണേ. ജോലിയാ പിടിക്കും. ഞാൻ പിടിക്കാം. അത് ഓവർ വെയിറ്റാണ്. അപ്പൊ മുംബൈയിൽ നമ്മുടെ ട്രെയിന് ജംനഗർ ഫുഡ് എത്താനായിട്ടുണ്ട് കേട്ടോ. അതുപോലെ ട്രെയിൻ എത്താനായിട്ടുണ്ട്. ഫുഡ് കിട്ടുമെന്ന് അറിയില്ല. ഫുഡ് ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇപ്പൊ എത്തേണ്ടതാണ്. അപ്പൊ മുംബൈയിലേക്ക് നമുക്ക് ജ്യോതി, ഞങ്ങൾ മുംബൈയിലേക്ക് ഇനി വരും. അപ്പൊ നെക്സ്റ്റ് ടൈം നമുക്ക് ബ്ലോഗിൽ കൂടെ ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം. അപ്പൊ ജോലി ഓക്കെ വരുന്നുണ്ട്. ഞങ്ങളോട് നിർബന്ധമായിട്ട് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് ബ്ലോഗിൽ കാണാം. ഓക്കെ, അന്നപൂർണേശ്വരി ഹോട്ടൽ. ഓക്കെ ബൈ, അടിക്കാം. അപ്പൊ അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളെ ട്രെയിൻ എത്തി, കേരളത്തിലേക്കുള്ള ട്രെയിൻ എത്തി. 20 മണിക്കൂർ മതി ബോംബെയിൽ നിന്ന് നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് എത്താൻ. അതായത് മലപ്പുറം വരെ എത്താൻ 6 മണിയാകുമ്പോഴേക്കും കേരളത്തിലെത്തും. നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട്. അപ്പൊ ട്രെയിനിൽ കയറട്ടോ. ഇനി നമുക്ക് സമയമില്ല. വന്നത് ഒരുപാട് അടുത്തൊരു കിട്ടുന്ന വീഡിയോ ആയിട്ട് ഞങ്ങൾ വരുന്നതാണ്. ബോംബെയിൽ തന്നെ എത്തിക്കഴിഞ്ഞാൽ ജോലിയിൽ കൂടെ ഒരു കാശ് വീട്ടിലെത്തുന്നതാണ്. ഓക്കെ, നമ്മളെ ട്രെയിൻ എടുക്കാനായിട്ടോ 3 മിനിറ്റ് ആയിട്ടുള്ളത് 4-5 മിനിറ്റ് ആയിട്ടുണ്ട്. പച്ചക്കൊടി വീശി ജ്യോതി, പച്ചക്കൊടി വീശി. സീ യു കാണാം. എടാ നല്ല കിടിലൻ വെള്ളച്ചാട്ടത്തിന്റെ അടുത്ത് കൊങ്കൺ റൂട്ടിലിട്ടോ ട്രെയിൻ നമ്മളെ ജമ്മു താവി എക്സ്പ്രസ് ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. കണ്ടോ, കുറേ കുരങ്ങക്കുട്ടന്മാരോട് വന്നിട്ടുണ്ട്. നല്ല മഴയാണ്. ഞങ്ങളിവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഈ സമയത്ത് ഒരു കിടിലൻ ചായ ആയാലോ. ഈ സമയത്ത് ചായ കുടിച്ചില്ലെങ്കിൽ പിന്നെ ജമ്മു കാശ്മീരിന് തുടങ്ങുന്ന ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ്സിൽ നമ്മൾ തിരിച്ചു വരാട്ടോ. തിരിച്ചു വരുമ്പോ രത്നഗിരി മഹാരാഷ്ട്രയിലെ രത്നഗിരി എത്തുന്നതിന് മുന്നേ എന്താണ് റെയിൽവേ സ്റ്റേഷന്റെ പേര് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. ഇവിടെ ഉക്ഷി എന്ന് പറയുന്ന സ്റ്റോപ്പിൽ നിർത്തിയിട്ടുണ്ട്.
പിടിച്ചിട്ടതാണ് നമ്മളൊരു ട്രെയിന് പോകാൻ വേണ്ടി ട്രെയിൻ മറ്റൊരു ട്രെയിൻ കടന്നു പോകാൻ വേണ്ടി പിടിച്ചിട്ടാണ്. പക്ഷേ നമുക്ക് കിലോക്കി കാഴ്ച കാണാനായിട്ട് പറ്റിയിട്ടുണ്ട്. അതായത് കൊങ്കൺ പാതയിൽ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളുണ്ട്. പക്ഷെ ഇതേപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ കാണണമെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ്റെ ഒരു ഭാഗ്യമാണ്. ഇന്ത്യൻ റെയിൽവേൻ്റെ ഒരു ഭംഗിയാണ്. പിന്നെ അത് മാത്രമല്ല നമ്മളെ കറക്റ്റ് നമ്മൾ പോയി തന്നെ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ നല്ലൊരു അത്യാവശ്യം വെള്ളച്ചാട്ടത്തിന് അതൊരു ഭാഗ്യമാണ്. ആ വെള്ളച്ചാട്ടമാണ് ഈ പുറകിൽ കാണുന്നത്. എൻ്റെ മോനെ എന്തോ ഒരു മല ഉണ്ടാക്കിയതാണ്. ഇതാണ് മഹാരാഷ്ട്ര. വെള്ളച്ചാട്ടങ്ങളുടെ നാട് തന്നെ പറയാം അല്ലേ? കുക്ഷി റെയിൽവേ സ്റ്റേഷൻ ആട്ടത്. ഏഴ് കഥം സ്വച്ഛതാക്കി വെയിറ്റിംഗ് ഏരിയ. ഒരു ചെറിയ റെയിൽവേ സ്റ്റേഷന്റെ എൻട്രൻസ് നോക്കിക്കേ. ടിക്കറ്റ് കൗണ്ടർ സംഭവം കിടക്കി ഒന്ന് മച്ചമാരെ ഞാനൊരു കാര്യം പറയാനോ എന്തെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ 19:05 ഇത് 2 മണിക്കൂർ അതേപോലെ തന്നെ 2 മണിക്കൂർ 20 മിനിറ്റാണ് ലേറ്റ്. പ്രധാന സ്ഥലങ്ങളിൽ സ്റ്റോപ്പൊന്നും ഇല്ലാത്ത ഈ ട്രെയിൻ എല്ലായിടത്തും പിടിച്ചിടുക. അതായത് നമ്മളെ ഇന്ത്യയുടെ നോർത്ത് ജംനഗറിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള 19:578 എന്ന് പറയുന്ന ഈ ജംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് വെരി ബാഡ് എക്സ്പീരിയൻസ്. ഒരിക്കലും നമ്മളൊരു ഇത്തരത്തിലൊരു എക്സ്പ്രസ്സിൽ ഇങ്ങനെ ഒരു വിചാരിച്ചില്ല. ഇത്ര ഒരു അരമണിക്കൂർ ലേറ്റൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇത് മഹാരാഷ്ട്രയിൽ സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഗോവയിലെ ദ്വീപ് അതേപോലെ തന്നെ ഉപ്പി ഇവിടൊക്കെ പിടിച്ചിടുക. കർണാടക അപ്പം നമ്മളെ കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ പിടിച്ചിട്ടത്. കേരളത്തിൽ വടകര, മറ്റേ കണ്ണൂർ കഴിഞ്ഞ ശേഷം വടകര, ഇപ്പതാ പയ്യോളി തിക്കോട്ടി, എത്ര സ്ഥലത്ത് ഇതറിയാതെ ഇത് കൂടാതെ ഒരുപാട് സ്ഥലങ്ങൾ പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് ജസ്റ്റ് ഒന്ന് മൂവാക്കും. ഈ അടുത്ത പിടിച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം. അടുത്ത സ്റ്റേഷൻ എത്തി കഴിഞ്ഞാൽ അവർ സ്റ്റോപ്പ് ചെയ്യും. നമുക്ക് നോക്കാം. ഞാൻ കാണിച്ചു തരാം. നമ്മള് പിന്നെ നമ്മളെ രജിസ്റ്റർ ചെയ്ത കംപ്ലീറ്റ് ഇവർ കണ്ടിട്ടുണ്ടോ? ജസ്റ്റ് കണ്ടിട്ടുണ്ട്. എനിക്ക് അതൊക്കെ അതുകൊണ്ടൊക്കെ ആണെന്ന് അറിയില്ല. ട്രെയിൻ അധികം സ്പീഡ് കൊടുത്തിട്ട് ഈ ഫോൺ പിടിക്കാൻ വേണ്ടി ഫാസ്റ്റായിട്ട് കംപ്ലീറ്റ് അവർ കണ്ടിട്ട് അതെല്ലാം ആണോ ഞാൻ വേറെ ആരെങ്കിലും കംപ്ലൈൻറ്റ് ചെയ്തിട്ടുണ്ടോ ഏറ്റിട്ടുണ്ട്. നല്ല സ്പീഡായിട്ട് പോകണം. മഹാരാഷ്ട്ര യാത്ര ദോശ നാടത്തിറ. അപ്പം നമ്മൾ എത്ര ദൂരം പോയിട്ട് സ്വന്തം നാടെത്തുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വേറെ തരല്ല. എന്തായാലും പോവാം. ഇനി നമ്മൾ അടുത്ത യാത്രയാണ്. അപ്പോൾ